വടക്കൻ കേരളത്തിലെ ചില ഗ്രാമങ്ങളിൽ ഒരു കാലത്ത് ചില മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് ശേഷം ഒറ്റയ്ക്ക് നടക്കരുത്. പിന്നിൽ നിന്ന് ആരെങ്കിലും പേര് പറഞ്ഞു വിളിച്ചാൽ തിരിഞ്ഞു നോക്കരുത്. ഇരുട്ടിൽ ഒരു മൃഗത്തെ കണ്ടാൽ അത് മൃഗമാണെന്ന് ഉറപ്പില്ല. കാരണം അത് മൃഗം തന്നെ ആകണമെന്നില്ല. അത് ഒരു ഒടിയനായിരിക്കാം. മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് പാലക്കാട് പ്രദേശങ്ങളിൽ തലമുറകളോളം ഭീതിയായി നിലനിന്ന ഒരു പേര് ഒടിയൻ. ഒരു സാധാരണ ഭീകരകഥ എന്നതിലുപരി ഇതൊരു സമൂഹ വിശ്വാസമാണ്, ഒരു സാമൂഹിക പ്രതിഫലനമാണ്. ഇന്ന് നാം പരിശോധിക്കാൻ പോകുന്നത് ഐതിഹ്യവും സത്യവും ഭയവും കൂടി കലർന്ന ഒടിയന്റെ കഥയാണ്. പകൽ വളരെ സാധാരണ മനുഷ്യൻ, രാത്രി പക്ഷേ രൂപം മാറി വരുന്ന മാന്ത്രിക വിദ്യക്കാരൻ. നായയായും കാളയായും പോത്തായും പൂച്ചയായും അല്ലെങ്കിൽ അദൃശ്യനായി വരാൻ ഇഷ്ടരൂപം സ്വീകരിച്ച് തൻ്റെ ഇരയെ വേട്ടയാടുന്ന ജാലവിദ്യ അഭ്യസിച്ച താന്ത്രികൻ. അങ്ങനെ ഒടിയൻ ഭയത്തിൻ്റെ പ്രതീകമായി മാറി. സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ള പാണൻ, പറയൻ മുതലായ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഒടിവിദ്യ സ്വീകരിച്ചതെന്നാണ് വിശ്വാസം. അവരുടെ പ്രധാന ആയുധമോ ഭയം. ഇതിനായി ഇക്കൂട്ടർ അമാവാസിയുടെ ഇരുട്ടിനെ കൂട്ടുപിടിക്കുന്നു. ഇങ്ങനെ ഇരയാകപ്പെടുന്നവർ അമിത ഭയത്താൽ തൽക്ഷണം മരണപ്പെടുക വരെ ചെയ്തിട്ടുണ്ട്. താഴ്ന്ന സമുദായത്തിൽപ്പെട്ടവർക്കെതിരെയുള്ള സവർണരുടെ ക്രൂരതയ്ക്ക് അറുതി വരുത്തുവാനായി അവർ ഒരു ബിംബത്തെ ആരാധിച്ചു. മണ്ണ് കുഴച്ച് തീയിലിട്ട് ചുട്ടെടുത്തുണ്ടാക്കിയതാണ് കരിങ്കുട്ടി എന്ന് അറിയപ്പെടുന്ന ഈ ബിംബം. അങ്ങനെ ഒരു പാണന് കരിങ്കുട്ടിയിൽ നിന്ന് ഒരു വരം ലഭിച്ചു. തൻ്റെ ശത്രുക്കളെ ഏത് രൂപം സ്വീകരിച്ചു ചെന്ന് ഉപദ്രവിക്കാം എന്നതായിരുന്നു ആ വരം. ഇതിനായി പ്രത്യേകം വിദ്യ അഭ്യസിക്കുകയും മരുന്ന് തയ്യാറാക്കുകയും വേണമായിരുന്നു. വളരെ പ്രയാസമേറിയ ഈ കാര്യങ്ങളും വ്രതാനുഷ്ഠാനങ്ങളും പൂർത്തീകരിച്ച് പാണൻ ഒടുവിൽ ഒടിയനായി മാറി. ഒടിവിദ്യയ്ക്കുള്ള മരുന്ന് തയ്യാറാക്കാൻ സവർണ ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയുടെ ആദ്യ ഗർഭത്തിലെ മറുപിള്ളയെ ആവശ്യമായിരുന്നു. ഇതിനായി മുൻകൂട്ടി കണ്ടെത്തിയ ഗർഭിണിയെ രാത്രിയിൽ മയക്കുന്നു. എന്നിട്ട് മുളം കത്തി ഉപയോഗിച്ച് കുട്ടിയെ പുറത്തെടുക്കുന്നു. ശേഷം മന്ത്രവിദ്യ കൊണ്ട് വയറ് കീറിയ മുറിവ് മറയ്ക്കും. രാവിലെ ആകുമ്പോഴേക്കും ആ സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഉണ്ടാക്കുന്ന മരുന്ന് 2-3 തുള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പച്ചിലകളും മറ്റുമായി യോജിപ്പിച്ച് ഈ മരുന്ന് ചെവിയുടെ പുറകിൽ തേക്കുന്നതോടെയാണ് രൂപം മാറാനുള്ള കഴിവ് ഒടിയന് ലഭിക്കുന്നത്. ഒടിവിദ്യ വഴി ശത്രുവിനെ ഉപദ്രവിച്ചിട്ടോ കൊന്നിട്ടോ തിരിച്ചെത്തുന്ന ഒടിയൻ്റെ ദേഹത്ത് ചൂടുവെള്ളമോ കാടിവെള്ളമോ ഒഴിച്ചാൽ മാത്രമേ അയാൾക്ക് സ്വരൂപത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയുകയുള്ളൂ. ഇത് നടന്നില്ലെങ്കിൽ ഒടിയൻ തൻ്റെ വീട്ടിലെ സ്ത്രീയെ കൊലപ്പെടുത്തും. ഇതിനാൽ തന്നെ ഒടിവിദ്യയ്ക്ക് പോകുന്ന ഒടിയൻ തിരിച്ചെത്തും വരെ വീട്ടിലെ സ്ത്രീകൾ ഉറങ്ങാണ്ടിരിക്കുകയായിരുന്നു പതിവ്. ഒടിയൻ്റെ മറ്റൊരു പ്രത്യേകത അസാമാന്യ കാഴ്ചശക്തിയാണ്. ഈ കഴിവ് ലഭിക്കുന്നതിനായി പ്രത്യേകം മഷിക്കോട്ട് അവർ കണ്ണിൽ പുരട്ടുമായിരുന്നു. ഈ മഷി നത്തിൻ്റെ തലയിൽ നിന്നെടുക്കുന്ന പ്രത്യേക ദ്രാവകമാണെന്നാണ് പറയപ്പെടുന്നത്. അതോടെ അസാധാരണമായ കാഴ്ചശക്തിയാണ് ഒടിയന് ലഭിക്കുന്നത്. ഇങ്ങനെ അസാധാരണ കഴിവുകൾ ലഭിക്കുന്ന ഒടിയൻ തൻ്റെ ഇരയുടെ കഴുത്തൊടിക്കുകയാണ് ചെയ്യുന്നത്. അതോടെ അയാൾ തൽക്ഷണമോ അല്ലെങ്കിൽ വളരെ നാളത്തെ നരകയാതനയ്ക്ക് ശേഷമോ മരിക്കുന്നു. കൃത്യം ചെയ്യാനായിട്ട് ഇരയുടെ വീട്ടുപടിക്കലോ പുരയിടമോ ആണ് ഒടിയൻ തിരഞ്ഞെടുക്കാറുള്ളത്. മൃഗരൂപം സ്വീകരിച്ചെത്തുന്ന ഒടിയനെ തിരിച്ചറിയാൻ ചില വഴികൾ പഴമക്കാർ കണ്ടെത്തിയിരുന്നു. ഒടിയൻ സ്വീകരിക്കുന്ന മൃഗത്തിൻ്റെ രൂപം ഒരിക്കലും പൂർണ്ണമാവില്ല. ഒരു കൊമ്പോ വാലോ ചെവിയോ മറ്റും കുറവായിരിക്കും ഈ രൂപത്തിന്. അങ്ങനെ മുന്നിലുള്ള മൃഗം ഒടിയനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ മുന്നിലുള്ളത് ഒടിയനാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അയാളെ പ്രതിരോധിക്കണം. അതിനും മാർഗങ്ങളുണ്ട്. ഒടിയൻ്റെ മുന്നിൽപ്പെട്ടാൽ ഭയം ഓടുകയല്ല വേണ്ടത്. മറിച്ച് വസ്ത്രങ്ങൾ അഴിച്ച് നഗ്നനായ ശേഷം ഒടിയന് ചുറ്റും വലം വയ്ക്കണം. അതിനുശേഷം ഒരു കളം വരച്ച് ഒടിയൻ്റെ മുഖത്തടിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ചെവിയിൽ പുരട്ടിയ മരുന്നിൻ്റെ ശക്തി നശിക്കുന്നു. അതോടെ ഒടിയൻ മനുഷ്യനായി മാറും. ഒടിയന്മാർ ഇല്ലാതായി തുടങ്ങിയത് വൈദ്യുതിയുടെ വരവോടെയാണ്. ഇതോടെ ഒരു ചോദ്യം പ്രസക്തമാകുന്നു. ഇരുട്ടിലെ ഭീകരത ഒടിയൻ തന്നെയായിരുന്നോ, അതോ മനുഷ്യൻ്റെ ഉള്ളിലെ ഭയമോ?
അതിശയം എന്തെന്നാൽ കേരളത്തിൽ ഒടിയനുണ്ടെങ്കിൽ ലോകത്തിന്റെ മറുവശത്ത് വടക്കേ അമേരിക്കയിലെ ഒരു ഗോത്രവിശ്വാസത്തിൽ രൂപം മാറുന്ന മനുഷ്യനെക്കുറിച്ച് മറ്റൊരു കഥയുണ്ട്. അവനെ സ്കിൻ വോക്കർ എന്ന് വിളിക്കുന്നു. അവനും മനുഷ്യനായിരുന്നു, താന്ത്രികനായിരുന്നു. അവനും മൃഗരൂപം സ്വീകരിക്കാൻ കഴിയുമായിരുന്നു. നവാഹോ ഗോത്രവിഭാഗത്തിന് ഇന്നും പേടി സ്വപ്നമായി നിലകൊള്ളുന്ന സ്കിൻ വോക്കറിനെ കുറിച്ച് നമുക്ക് അടുത്ത ഭാഗത്തിൽ സംസാരിക്കാം.